തന്നെ കത്തിച്ചാമ്പലാക്കാൻ പാകത്തിലുള്ള അവൻ്റെ നോട്ടം കണ്ടപ്പോഴാണ് താൻ കണ്ടത് സ്വപ്നമാണെന്നും താൻ എന്താണ് ചെയ്തതെന്നും അവൾക്ക് ബോധം വരുന്നത്. ഷെടാ, അപ്പോൾ സ്വപ്നമായിരുന്നു അല്ലേ? ഈയിടെയായി കാണുന്നത് മൊത്തം 18+ കോണ്ടൻ്റ് ആണല്ലോ. ദേ സ്വപ്നദേവതേ, എൻ്റെ മനസ്സിലേക്ക് സ്വപ്നം ടെലികാസ്റ്റ് ചെയ്യുന്ന ആൾ തീരെ ശരിയല്ല കേട്ടോ. ആളെ ഇന്ന് തന്നെ മാറ്റിക്കോ, ഇല്ലേ എൻ്റെ കാര്യം കഷ്ടത്തിലാവട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും വേണ്ടെന്ന്. IDBയുടെ ബെസ്റ്റ് ഡിസൈനർ ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിക്കുന്ന ഞാൻ ഇടയ്ക്കിടെ അതൊക്കെ ഒന്ന് കാണിച്ചൂടെ? എത്ര നാളായി ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഒരുമാതിരി മറ്റേടത്ത് സ്വപ്നം കാണിച്ചു മനുഷ്യൻ്റെ സമാധാനം കളയുന്നു. ഇനിയിപ്പോൾ ശരിക്കും ഇയാൾക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാവുമോ? ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വീണ് കിടക്കുന്നതിനിടയിലാണ് നിഹയുടെ ആത്മകഥം പറച്ചിൽ. അവിടെ കിടന്ന് സ്വപ്നം കാണാതെ എഴുന്നേറ്റ് മാറടി പുല്ലേ. അതൊരു അലർച്ചയായിരുന്നു. നിഹ പേടിയോടെ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും വിചാരിച്ച അത്ര എളുപ്പത്തിൽ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അവൾ തൻ്റെ കൈമുട്ട് കുത്തി എഴുന്നേൽക്കാൻ നോക്കിയതാണ്. അന്നേരം അവളുടെ കാല് പൊങ്ങി കറക്റ്റായി അവൻ്റെ കവിളിൽ ചെന്നിടിച്ചു. അയ്യോ സർ, അറിയാതെയാ, നിഹ പേടിയോടെ പറഞ്ഞു. അവളുടെ ചവിട്ട് കിട്ടിയ ആദം മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. അത് കണ്ടപ്പോൾ അവൾ പേടിയോടെ സോറി പറഞ്ഞു. തൻ്റെ കാലിപ്പോഴും അവൻ്റെ കവളിലാണ്. അവനാണെ കണ്ണടച്ച് പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കുവാണ്. മുഖമൊക്കെയും വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ആ സുന്ദരമായ മോന്തക്ക് ഒരു ചവിട്ടുകൂടി കൊടുത്ത് എൻ്റെ പ്രതികാരം ആ വകയിൽ തീർത്താലോ. നിഹ അതും മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവൻ്റെ കവളിലേക്ക് മനഃപൂർവ്വം ഒരു ചവിട്ടുകൂടി കൊടുത്തതും ഇത്തവണ അവൻ ശരിക്കും ദേഷ്യം വന്നു. പിന്നെയും അവൻ ദേഷ്യം കൺട്രോൾ ചെയ്ത് നിന്നു. സോറി സർ, എഴുന്നേക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, ഞാൻ എഴുന്നേറ്റോളാം, അവൾ നിഷ്കുവായി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അവളെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ തൻ്റെ മുഖത്ത് നിന്നും അവളുടെ കാലെടുത്ത് മാറ്റി. ശേഷം അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. താങ്ക് യു സർ. അവൻ്റെ മുഖത്തേക്ക് 2 ചവിട്ട് കൊടുക്കാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിൽ അവൾ അവനോട് നന്ദി പറഞ്ഞു. യു ഇഡിയറ്റ്, നിന്റെ താങ്ക്സ് കൊണ്ടുപോയി കിണറ്റിലിട്. ഞാൻ പറഞ്ഞല്ലോ സാർ, അറിയാതെ പറ്റിയതാണെന്ന്, നിഹ നിഷ്കുവായി പറഞ്ഞു. ഓക്കെ ഫൈൻ, പക്ഷേ നീ എന്തിനാ നേരത്തെ എൻ്റെ കഴുത്തിന് പിടിച്ചത്? വണ്ടി നിയന്ത്രണം വിട്ട് എവിടെയെങ്കിലും ഇടിച്ചിരുന്നല്ലോ. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ആദം കലിപ്പിലാണ്. അത് പിന്നെ ഞാൻ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ അറിയാതെ ഒരു സ്വപ്നം കണ്ടു. നീ അറിയാതെ സ്വപ്നം കണ്ടതാണേലും അറിഞ്ഞ് സ്വപ്നം കണ്ടതാണേലും അതിന് എൻ്റെ കഴുത്തിന് പിടിക്കുന്നത് എന്തിനാ? സ്വപ്നം കണ്ടുപോലും. നമ്മളിപ്പോൾ മണാലിക്ക് ട്രിപ്പ് പോവാണല്ലോ, വണ്ടിയിലിരുന്ന് മയങ്ങാനും സ്വപ്നം കാണാനും. ആദം അവളെ നോക്കി പുച്ഛിച്ചു. പിന്നല്ലാതെ സ്വപ്നത്തിലാണേലും അങ്ങനെ ചെയ്ത ആരെങ്കിലും കൈകെട്ടി നോക്കിക്കോ. ഞാനൊന്ന് പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ, നിഹ പിറുപിറുത്തു. എന്താ? ആദം ചോദിച്ചു. ഒന്നുമില്ല സാർ, ഒരാൾ എന്നെ കൊല്ലാൻ വന്നു. സ്വപ്നത്തിൽ ഞാൻ അയാളുടെ കഴുത്തിന് പിടിച്ചതാ. റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ആള് സാറായിപ്പോയി. സോറി. നിന്റെ സ്വപ്നം കാണൽ ഇത്തിരി കൂടുന്നുണ്ട്, കൂടെ ഈ സോറി പറച്ചിലും. ആദം ദേഷ്യത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെയാ സാറേ, നമ്മുടെ ഭാഗത്ത് നിന്നും എന്തേലും അബദ്ധം പറ്റിയാൽ സോറി പറയും. ഇനിയിപ്പോൾ ഞാൻ സോറി പറയുന്നത് സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ പറയുന്നില്ല. തെറ്റ് ചെയ്താൽ സോറി പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇതുപോലെ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ്. ഇഡിയറ്റ്. തെറ്റ് പറ്റാത്തവരായി ആരുണ്ട് ഗോപു? നിഹയുടെ വായിൽ നിന്നും വന്നത് കുറച്ച് ഉറക്കെയായിപ്പോയി. വാട്ട്? അല്ല, തെറ്റ് പറ്റാത്തവരായി ആരുണ്ട് ആദം സാർ എന്ന് പറയുമായിരുന്നു, നിഹ പറഞ്ഞൊപ്പിച്ചു. പിന്നെ ആദം ഒന്നും പറയാൻ നിൽക്കാതെ വണ്ടി മുന്നോട്ടെടുത്തു. ആദം ജോണും പ്രമുഖ ബിസിനസ്മാനുമായ ദേവരാജ ശർമ്മയുമായിട്ടായിരുന്നു മീറ്റിംഗ് നടക്കുന്നത്. ശർമ്മയുടെ കൂടെ അയാളുടെ മകൻ ദീപക് ശർമ്മയും പിന്നെ അയാളുടെ PA രോഹിത്തും ഉണ്ടായിരുന്നു. കൃത്യം 11:30 തന്നെ മീറ്റിംഗ് ആരംഭിച്ചു. ഇരുവരും തമ്മിലുള്ള സംഭാഷണം ഒരുപാട് നേരം നീണ്ടപ്പോൾ നിഹ അവരുടെ ചർച്ചകളിലൊന്നും പെടാതെ അല്പം മാറി റെസ്റ്റ് ഏരിയയിലെ സെറ്റിയിലിരുന്നു. മീറ്റിങ്ങിനിടയിൽ ദീപകിൻ്റെ കണ്ണുകൾ നിഹയിലേക്ക് നീളുന്നത് ആദം ശ്രദ്ധിച്ചിരുന്നു. പപ്പ, ആ പെണ്ണിനെ കണ്ടോ? ഹൗ ബ്യൂട്ടിഫുൾ ഷീസ്. ഞാൻ മനസ്സിൽ കണ്ട അതേ രൂപം. നമ്മുടെ മോഡലാവാൻ ആ കുട്ടി എന്തുകൊണ്ടും ആപ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബോഡി സ്ട്രക്ചർ, AGയുടെ കോസ്റ്റ്യൂം ധരിച്ച് ആ കുട്ടി റാമ്പ് വാക്കൊക്കെയും ചെയ്താ ഉഫ്, വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ തോന്നുക. ഫ്രെയിമിൽ കൂടി നോക്കുമ്പോൾ ആ ഭംഗി ഒന്നുകൂടെ കൂടും. നിഹയെ ഉദ്ദേശിച്ചാണ് ദീപക് ഈ പറയുന്നതെന്ന് ആദമിന് മനസ്സിലായി.
അച്ഛനും മകനും പതിഞ്ഞ സ്വരത്തിലായിരുന്നു സംസാരിക്കുന്നതെങ്കിലും ആദം അത് ശ്രദ്ധിച്ചിരുന്നു. ദീപകിൻ്റെ ആ സംസാരവും നോട്ടവും ആദമിന് തീരെ ഇഷ്ടമായില്ല. പപ്പ, ഞാൻ ആ കുട്ടിയെ ഒന്ന് മുട്ടി നോക്കിയിട്ട് വരാം. ചുളുവിൽ അതുപോലൊരു സുന്ദരിയെ കിട്ടിയാൽ നമ്മുടെ കമ്പനിക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും. ആർട്ട് ഫിലിം ഡയറക്ടർ ദീപക് ശർമ്മയുടെ ഓഫർ ബുദ്ധിയുള്ള ആരും അങ്ങനെ നിരസിക്കില്ല. ദീപക് സ്വയം പുകഴ്ത്തി ചിരിയോടെ പറഞ്ഞു. നോക്കൂ ദീപക്, നിലവിൽ നീ ഒരുപാട് മോഡലുകളെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇനിയും മറ്റൊരു മോഡലോ? പപ്പ, നമുക്ക് അവരെയൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം. ചുമ്മാ ഒഴിവാക്കാം എങ്ങനെയാ ദീപക്? 2 വർഷത്തെ എഗ്രിമെൻറ്റിൻ്റെ കാര്യം നീ അങ്ങ് മറന്നുപോയോ? പപ്പ, അതൊക്കെ എനിക്ക് വിട്. അവരെയൊക്കെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ കുട്ടി അവരെ പോലെ ഒന്നുമല്ല. വല്ലാത്തൊരു സൗന്ദര്യവും ആകർഷണവും. ഇനിയങ്ങോട്ട് നമുക്ക് ഈ ഒരു മോഡൽ മതി. ഞാൻ ഇത്രയും നാൾ തേടി നടന്ന മുഖം കൺമുന്നിൽ വന്ന് പെട്ടിട്ട് വെറുതെ വിടാനോ? ഇവളെ വെച്ച് ഞാൻ മോഡലിംഗ് രംഗത്ത് ഒരു അത്ഭുതം സൃഷ്ടിക്കും. ദീപക് നിഹയെ നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ഞാൻ ഉണ്ടാക്കുന്ന പണം മൊത്തം ആർട്ട് ഫിലിം, ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് ദൂർത്തടിച്ച് കളയുന്നു. ഇനിയിപ്പോൾ ഞാനുണ്ടാക്കിയ പേര് കൂടി നീ കളഞ്ഞു കൊടുക്കുമോ? ഇവരൊക്കെ നിയമത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ നീ പെടും ദീപക്, അത് ഓർക്കണം. ദേവരാജ് മകനെ ശാസിച്ചു. അന്നേരം ദീപക് അച്ഛൻ്റെ വാക്കുകളെ പുച്ഛിച്ചു തള്ളി നിഹയ്ക്ക് നേരെ നടക്കാൻ ഒരുങ്ങിയതും മുന്നിൽ തടസ്സമായി ആദം നിന്നു. അന്നേരം ദീപക് അവനെ ചോദ്യഭാവത്തിൽ നോക്കി. മിസ്റ്റർ ദീപക്, അവളെ വിട്ടേക്ക്. ഷീ ഈസ് മൈ ഗേൾ. ആദം പറഞ്ഞത് മനസ്സിലാവാതെ ദീപക് പുരികം ചൊളിച്ച് അവനെ നോക്കി. നീ മനസ്സിൽ കണ്ട മോഡലില്ലേ? അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിന്റെ മോഡൽ ലിസ്റ്റിൽ നിന്നും അവളെ അങ്ങ് വെട്ടിയേക്ക് ദീപക്. അത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ആദം പറഞ്ഞത് കേട്ടപ്പോൾ ദീപകിൻ്റെ മുഖം മങ്ങിയെങ്കിലും പൊടുന്നതിന് ഒരു ചിരി ഫിറ്റ് ചെയ്തു തുടർന്നു. അതിനെന്താ ആദം, നമ്മൾ തമ്മിൽ നിലവിലൊരു ബിസിനസ് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കുട്ടിയെ ഞങ്ങളുടെ കമ്പനിയുടെ മോഡലാക്കുന്നതിൽ തനിക്കും തൻ്റെ കമ്പനിക്കും ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റ് എനിക്ക് വേണ്ടെങ്കിലോ ദീപക്? മോഡലിങ്ങിനോട് അവൾക്ക് തീരെ താല്പര്യമില്ല. അവളെ എൻ്റെ വുഡ് ബി മാത്രമല്ല, എൻ്റെ കമ്പനിയുടെ മെയിൻ ഡിസൈനർ കൂടിയാണ്. ദീപകിൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെയും നേരെയാക്കിക്കൊണ്ടാണ് ആദം പറയുന്നത്. ആദം പറഞ്ഞത് കേട്ടപ്പോൾ ദീപകിൻ്റെ മുഖം ഇരുണ്ടു. ഇത് കേട്ടതും ശർമ്മ ആദമിന് നേരെ തിരിഞ്ഞു. ഓ, ആ കുട്ടി ആദമിൻ്റെ ഫിയാൻസിയാണെന്ന് അറിയില്ലായിരുന്നു. ആൻഡ് സോറി ആദം, ഇവനെ അറിയാതെ പറഞ്ഞു പോയതാ. എന്നിട്ട് ആദം ഞങ്ങൾക്കൊന്നും വുഡ് ബിയെ പരിചയപ്പെടുത്തില്ലല്ലോ. ശർമ്മ ചെറുചിരിയാളെ പറഞ്ഞത് കേട്ടപ്പോൾ ആദം ദീപകിനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി നിഹയുടെ അരികിലേക്ക് നടന്നു. അല്പം ദൂരെയായി സെറ്റിയിലേന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു നിഹ. ആദം അവളുടെ അരികിൽ ചെന്ന് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ആദമിന് ശർമ്മയുമായി നല്ല ബന്ധമാണെങ്കിലും ദീപകിനെ പറ്റി അവന് അത്ര നല്ല അഭിപ്രായമല്ല. ആർട്ട് ഫിലിം, മോഡലിംഗ് എന്നും പറഞ്ഞവൻ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി തൻ്റെ ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കി വിടും. ഇപ്പോൾ ഈ ആവശ്യം പറഞ്ഞവൻ നിഹയുടെ മുന്നിൽ ചെന്ന തന്നോടുള്ള വാശിപ്പുറത്ത് അവൾ അവനുമായി എഗ്രിമെൻറ്റ് വരെ സൈൻ ചെയ്തെന്ന് വരാം. ഇനിയിപ്പോൾ നിഹ നോ പറഞ്ഞാലും ദീപക് അവളെ വിടാതെ പിന്തുടരും. ആഗ്രഹിച്ച് സ്വന്തമാക്കാൻ ദീപക് ഏത് വഴിയും തിരഞ്ഞെടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യം അങ്ങനെ ഒരു നുണ പറഞ്ഞത്. നിഹയോട് അവന് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും എന്തോ അവളെ ദീപകിൻ്റെ വലയിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ തോന്നിയില്ല. എന്താ സാർ ഇത്? കൈ വിട്, ദേ എല്ലാവരും ശ്രദ്ധിക്കുന്നു. നിഹ അവനിൽ നിന്നുള്ള പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അടങ്ങി നിന്നോണം. ദേ അവരുടെ മുന്നിലെ നീ എൻ്റെ വുഡ് ബി വൈഫാണ്. അവർക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണം. അതിനുവേണ്ടിയാണ് നിന്നെ കൊണ്ടുപോകുന്നത്, അല്ലാതെ തൂക്കിക്കൊല്ലാനൊന്നുമല്ല. അത് അവൾക്ക് കേൾക്കാൻ പാകത്തിൽ കടുപ്പിച്ച് പറഞ്ഞു. ഞാൻ സാറിൻ്റെ വുഡ് ബിയോ? അത് സാറ് മാത്രം തീരുമാനിച്ചാൽ മതിയോ? നിഹയ്ക്ക് അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. തൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി. ഇവിടുന്ന് പോകുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും. മിണ്ടാതെ വായും പൂട്ടി അവിടെ നിന്നോണം. എന്തേലും കാര്യമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ഇനി വാ തുറന്നാലേ ചവിട്ടിക്കൂട്ടി മൂലക്കിടും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ടില്ല ഇഡിയറ്റ്. ആദമിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അതിനാ നിഹ അടങ്ങി നിന്നു. ആദം ശർമ്മയ്ക്ക് നിഹയെ പരിചയപ്പെടുത്തി. ആദം അവളെ ചേർത്ത് പിടിച്ചു. ശർമ്മയുടെയും ദീപകിൻ്റെയും മുന്നിൽ അടുത്തിടപഴകി. ശർമ്മ ആദമിൻ്റെയും നിഹയുടെയും കൂടെ നിന്നുള്ള ഒരു ഫോട്ടോ തൻ്റെ ഫോണിലേക്ക് പകർത്തിയപ്പോൾ ആദം അത് അവൻ്റെ ഫോണിലേക്ക് പകർത്തി. അന്നേരം ആദം ദീപകിനെ കാണിക്കാനെന്ന പോലെ നിഹയെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ശർമ്മ ഇരുവർക്കും ലഞ്ച് ഓഫർ ചെയ്തപ്പോൾ ആദം അത് നിരസിച്ചില്ല. അവരുടെ കൂടെ ഇരുന്നുള്ള ആ കഴുപ്പ് നിഹയ്ക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ പോലെ തോന്നി. അതിൻ്റെ കൂടെ ആദമിൻ്റെ ഭാവി ഭർത്താവ് ചമയലും കെയറിങ്ങും. അവൾക്ക് അവിടെ നിന്ന് പോയാൽ മതിയെന്നായി. നിഹ വെറുതെ കൊത്തിപ്പറിക്കുകയെന്നല്ലാതെ ഒന്നും കഴിച്ചില്ല. ആദം അവളുടെ പ്രവർത്തികൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മടക്കയാത്രയിൽ നിഹ മുഖം വീർപ്പിച്ചിരുന്നു.
തൻ്റെ ശത്രുവിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഇടപഴകേണ്ടി വന്നല്ലോ എന്നോർത്ത് അവൾക്ക് സ്വയം ദേഷ്യം തോന്നി. വണ്ടിയുടെ ഒരു ചില്ല് പൊട്ടിച്ചതിന് തൻ്റെ സ്വപ്നം ഇല്ലാതാക്കിയ ആളുടെ കൂടെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് തന്നെ അവൾക്ക് ഒരു തരം ഇറിറ്റേഷനായി തോന്നി. ഓരോന്ന് ചിന്തിക്കവേ അവൾക്ക് സ്വയം ദേഷ്യവും പുച്ഛവും തോന്നി. അവൾ പല്ല് ഞെരിച്ചു. ആദം അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ഇടംകണ്ണാലെ നോക്കി കാണുന്നുണ്ടായിരുന്നു. നിഹാരിക, ആദം വിളിച്ചു. എന്താ സർ? എന്താ തൻ്റെ പ്രശ്നം? എന്താണെന്നോ? അവിടെ നടന്നതൊന്നും എനിക്കിഷ്ടമായില്ല. അതുമല്ല, അയാൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും ഫോണിൽ പകർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളത് എവിടേക്ക് കൊണ്ടുപോയി പോസ്റ്റ് വന്നോ? മിക്കവാറും സാറിൻ്റെ വുഡ് ബി വൈഫ് എന്ന നിലയിലായിരിക്കും ക്യാപ്ഷൻ കൊടുക്കുക. നിഹ ആരോടൊന്നില്ലാതെ പറഞ്ഞു. നിഹാരിക, എന്നാ നീ രക്ഷപ്പെട്ടു. ആദം ജോണിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന നിലയിൽ നീ ഫേമസ് ആവില്ലേ? അവൻ അവളെ ദേഷ്യം കയറ്റി. ആഹാ, എത്ര സിമ്പിളായിട്ടാണ് സാർ ഇത് പറയുന്നത്. എനിക്കങ്ങനെ ഫേമസ് ആവണ്ടെങ്കിലോ? അല്ല, അങ്ങനെ വന്നാൽ സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? അത് ഒരുപാട് പേര് കാണില്ലേ? ദ ഗ്രേറ്റ് ബിസിനസ് മാനും ഡിസൈനറായ ആദം ജോൺ ഒരു വെറും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മോശമല്ലേ? നിഹ പറഞ്ഞു. ആ ഫോട്ടോ 4 ആൾ കണ്ടെന്ന് വെച്ചേ എനിക്കൊരു കുഴപ്പമില്ല. നമുക്കറിയാലോ സത്യം എന്താണെന്ന്, ആദം പറഞ്ഞു. ആണല്ലേ? എന്നാൽ എനിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ ഏട്ടനെങ്ങാനും അത് കണ്ടാൽ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതുമല്ല, എനിക്കിനി നല്ലൊരു പ്രൊപ്പോസൽ വരുമോ? എന്നാൽ ഞാൻ തന്നെ നിന്നെ കെട്ടിയേക്കാം. എനിക്ക് ഈ മതമൊന്നും പ്രശ്നമല്ല, ആദം അവളെ നോക്കി ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. അമ്പട പുളിസു, അത് പറ. സാറിൻ്റെ ഉദ്ദേശം ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനേ ആ ടൈപ്പല്ല സാറേ. നിങ്ങളെപ്പോലുള്ള മുതലാളിമാരെ ഇതുപോലുള്ള നമ്പർ ഇറക്കുമ്പോൾ മൂക്കും കുത്തി വീഴുന്ന PA പെൺപിള്ളേരുണ്ടാവും. എന്നാൽ നിഹാരികയെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. എൻ്റെ കോൺസെപ്റ്റിലെ ഹസ്ബൻഡിനെ സാറിൻ്റെ മുഖം അല്ലെങ്കിലോ? നിഹ വെട്ടി തുറന്ന് പറഞ്ഞു. ഹലോ ഹലോ, നീ എങ്ങോട്ടേ കയറി പോകുന്നേ? ആര് എന്തുദ്ദേശിച്ചു? നീ ഏത് ടൈപ്പല്ലെന്ന്? അതെ, നീ ഏത് ടൈപ്പാണെന്നേ എനിക്കറിയാം. മാങ്ങ കള്ളി. അയ്യടാ, ഈ മരമോന്ത കണ്ടേച്ചാലും മതി. പാടത്ത് വെക്കാൻ പോലും കൊള്ളത്തില്ല. എൻ്റെ കോൺസെപ്റ്റിലെ വൈഫിനെ ഈ ഓഞ്ഞ മോന്തയല്ല. ആദം അവളെ നോക്കി പുച്ഛിച്ചു. ദേ സാറേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഡി, വിരൽ ചൂണ്ടി സംസാരിക്കുന്നോ? അവൾ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ആ വിരലിൽ പിടുത്തമിട്ടു. ഒപ്പം അവളുടെ ആ വിരൽ മടക്കി അവളെ വേദനിപ്പിച്ച് വിട്ടതും അവൾ തൻ്റെ കൈ പിൻവലിച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. ശേഷം ഇരുവരും ഒന്നും മിണ്ടിയില്ല. രാജപ്പൻ ചേട്ടന് കൊടുക്കാൻ ഫോട്ടോ കിട്ടിയില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് നേരത്തെ തങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോ അവൾക്ക് ഓർമ്മ വരുന്നത്. അവനോട് എന്തൊക്കെയോ പറഞ്ഞ് അവൾ ആ ഫോട്ടോ തൻ്റെ ഫോണിലേക്ക് പകർത്തി. നിഹ ആദമിനോട് മനഃപൂർവ്വം അങ്ങനെയൊക്കെ പെരുമാറുന്നതാണ്. ആള് ദേഷ്യം വന്ന് തന്നെ പിരിച്ചുവിട്ടാൽ താൻ രക്ഷപ്പെടുമല്ലോ. അതുകൊണ്ട് ഒരു ബോസിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും അവൾ അവന് കൊടുക്കാറില്ല. 3 മണി കഴിഞ്ഞതിനാൽ ആദം ഓഫീസിൽ പോവാതെ തിരികെ വീട്ടിലേക്കാണ് പോയത്. നിഹയ്ക്കും അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അവൻ്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു. അവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നിഹയുടെ വീടെത്തും. ആദം തൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയതും നിഹ വണ്ടിയിൽ നിന്നിറങ്ങി. നിഹ അവനോട് യാത്ര പോലും പറയാതെ വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു. ഹേയ് പച്ചമാങ്ങ! ആദം നിഹയുടെ പോക്ക് നോക്കിക്കൊണ്ട് കുറച്ച് ഉറക്കി വിളിച്ചു. ഇത് കേട്ട നിഹ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ഒന്നും അറിയാത്ത പോലെ ഫോണും ചെവിയോട് അടുപ്പിച്ചിരിപ്പുണ്ട്. അവൾ തനിക്ക് തോന്നിയതാവും എന്ന പോലെ വീണ്ടും തിരിഞ്ഞു നടന്നു. ഹേയ് പച്ചമാങ്ങ! അവൻ പിന്നെയും വിളിച്ചു. വീണ്ടും വിളി വന്നതും അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു. ശേഷം അവനരികിലേക്ക് നടന്നു. എന്താ സർ? അവൾ ദേഷ്യം കടിച്ചമർത്തി അവനോട് ചോദിച്ചു. എന്താ? അവനൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. സാറ് പച്ചമാങ്ങ എന്ന് വിളിക്കുന്നതേ ഞാൻ ശരിക്കും കേട്ടതാ. ഞാൻ എൻ്റെ വീട്ടിലെ മാവിൻ്റെ മണ്ടയിലേക്ക് നോക്കി പച്ചമാങ്ങ എന്ന് വിളിച്ചാൽ നിനക്കെന്താ? എൻ്റെ വീട്, എൻ്റെ മാവ്, എൻ്റെ മാങ്ങ. ആദം ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. എൻ്റെ കഷ്ടകാലത്തിന് അന്നെനിക്ക് നിങ്ങളുടെ മാവിൻ്റെ മണ്ടയിലേക്ക് കല്ലെറിയാൻ തോന്നിയത്. അതോടെ എൻ്റെ ജീവിതം പെരുവഴിയിലായി. അതോടെ പച്ചമാങ്ങ മാത്രമല്ല, മാങ്ങ എന്ന സാധനത്തിനെ തന്നെ ഞാൻ വെറുത്തുപോയി. നോക്കിക്കോ, ഇതിനൊക്കെ സാറിനോട് ദൈവം ചോദിക്കും. അന്ന് സാറ് ദുഃഖിക്കും. നിഹ സെൻറ്റി ഇറക്കി. ഓ, ഞാൻ ദുഃഖിച്ചോളാം, അതോർത്ത് മാഡം ദുഃഖിക്കണ്ട. ആദം പറഞ്ഞത് കേട്ട് നിഹ അവനെ കൂർപ്പിച്ചു നോക്കി അവിടെ നിന്ന് നടന്നു നീങ്ങി. നിഹ പോയതും ആദം വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടി പോർച്ചിൽ നിർത്തി ഇറങ്ങാൻ നേരത്താണ് കോ ഡ്രൈവിംഗ് സീറ്റിന് താഴെ ഒരു നോട്ട്ബുക്ക് കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതെടുത്ത് അവൻ വെറുതെ ഒന്ന് മറച്ചു നോക്കി. അതിലെ ഓരോ പേജിലും വരച്ചു വെച്ചിരിക്കുന്ന ഡിസൈൻസ് കണ്ട് ആദമിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു. അതിൽ നിന്നും നിഹയുടെ ഡിസൈനിങ്ങിലുള്ള ടാലൻറ്റ്
അവൻ തിരിച്ചറിയുകയായിരുന്നു. ആ പുസ്തകവും എടുത്ത് അവൻ അകത്തേക്ക് നടന്നു. പിന്നീട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി വന്ന ആദം ആ പുസ്തകം എടുത്ത് തൻ്റെ മുറിയിലെ ബാൽക്കണിയിൽ വന്നിരുന്നു. നിഹ വരച്ചു വെച്ചിരിക്കുന്ന ഓരോ ഡിസൈനിലൂടെയും അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. ഒരു എക്സ്പേർട്ട് ഡിസൈനർ ചിന്തിക്കുന്നതിന് മേലെയാണ് അവളുടെ മനസ്സിലെ ആശയങ്ങളെന്ന് അവന് മനസ്സിലായി. ഒരു ഡിസൈനർ എന്ന നിലയിൽ താൻ അവളോട് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണെന്നും അവന് തോന്നി. അത് വൈകാതെ തിരുത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. പെട്ടെന്നുണ്ടായ തോന്നലിൽ തൻ്റെ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദം ചെകുത്താനായി മാറാൻ തീരുമാനിച്ചു. പിന്നെയാണ് കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. എനിക്ക് നിങ്ങളെ പേടിയാണെന്ന്. അതുകൊണ്ട് അവൻ വേണ്ടെന്ന് വെച്ചു. അന്ന് രാത്രിയിൽ ഒരു 8 മണി നേരത്ത് നിഹ ആദമിൻ്റെ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് ഗുണ്ട രാജപ്പനെ അയച്ചു കൊടുത്തു. നാളെ രാവിലെ സന്തോഷ വാർത്ത കേൾക്കാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞുള്ള രാജപ്പൻ്റെ മെസ്സേജ് ഉണ്ട്. നിഹയുടെ മുഖം വിടർന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോവാൻ നേരാണ് രാജപ്പൻ അവളെ വിളിക്കുന്നത്. ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വിളിച്ചതാവും എന്ന് കരുതി നിഹ സന്തോഷത്തോടെ കോൾ എടുത്തു. പെട്ടെന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തണം എന്ന് മാത്രമേ രാജപ്പൻ പറഞ്ഞുള്ളൂ. അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ കോൾ കട്ടായി. രാജപ്പേട്ടൻ്റെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്നുണ്ടാവും, ബാക്കി പൈസ ചോദിക്കാൻ വിളിച്ചതാവും എന്ന് മനസ്സിൽ പറഞ്ഞ നിഹ അച്ചുവിനോട് കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഭാഗത്തെത്തിയ നിഹ രാജപ്പനെ വിളിച്ചപ്പോൾ ജനറൽ വാർഡിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നിഹ വാർഡ് ലക്ഷ്യം വെച്ച് നടന്നു. രാജപ്പൻ പറഞ്ഞ വാർഡിലെത്തിയതും രാജപ്പൻ അവളെ കൈ കാണിച്ച് വിളിച്ചു. നിഹ അയാളുടെ അരികിലേക്ക് നടന്നു. രാജപ്പൻ്റെ തൊട്ടരികിൽ ബെഡിൽ കിടക്കുന്ന ആളെ കണ്ടതും നിഹ നോക്കിപ്പോയി. ഒറ്റ നോട്ടത്തിൽ കിലുക്കത്തിലെ ജഗതിയാണെന്നേ പറയൂ. ആരാ ഇത്? നിഹ അയാളെ ചൂണ്ടി ചോദിച്ചു. തുരുമ്പു വാസു. രാജപ്പൻ നിഹയെ നോക്കി തലചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നിഹ ഒന്ന് ഞെട്ടിക്കൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇയാളെന്താ ഈ കോലത്തിൽ? ഇന്നലെ ചന്ദ്രനിലായിരുന്നു കൊട്ടേഷൻ. അല്ല, അപ്പോൾ ഇന്നലെ നടത്താന്ന് പറഞ്ഞ എൻ്റെ കൊട്ടേഷൻ സംഭവം സക്സസ് അല്ലേ? പിന്നെ സക്സസ് ആവാതെ? അതാണല്ലോ ഈ കാണുന്നത്. ഇന്നലെ രാത്രി 10 മണിക്കേ മോള് പറഞ്ഞ പയ്യൻ്റെ കൈയടിക്കാനാണെന്ന് പറഞ്ഞു പോയതാ. ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞതാ, കേട്ടില്ല. പിന്നെ എന്താണ് നടന്നതെന്ന് ദൈവം തമ്പുരാനറിയാം. ഇന്ന് രാവിലെ എനിക്ക് ഇവിടുത്തെ റിസപ്ഷനിൽ നിന്ന് കോൾ വരികയായിരുന്നു. ഞാൻ വരുമ്പോൾ കാണുന്നത് ഈ കോളത്തിലും. സംസാരിക്കാൻ പറ്റുന്നില്ല, ദേഹം അനങ്ങുന്നില്ല, ബോഡി ഫുള്ള് പഞ്ചറൊട്ടിച്ചിരിക്കുക. ഇനി ഒരു കൊല്ലത്തേക്ക് കിടന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. എഴുന്നേറ്റിട്ടും പ്രയോജനമുണ്ടെന്ന് തോന്നില്ല. ഒന്നും ബാക്കിയില്ലെന്ന്. ഇന്നലെ എന്താണ് നടന്നതെന്ന് ഒരു എത്തും പിടിയുമില്ല. രാജപ്പൻ നിഹയോടായി പറഞ്ഞു. ചേട്ടന് മനസ്സിലായില്ലായിരിക്കും, പക്ഷേ എനിക്ക് ശരിക്കും മനസ്സിലായി. ആദം ജോണിന് പണിയാൻ പോയിട്ടെ ഇങ്ങോട്ട് പണി വാങ്ങിച്ച് വന്നതാ. ഞാൻ പറഞ്ഞതല്ലേ പണി അറിയാവുന്ന ആൾക്കാരെ ഇറക്കണമെന്ന്. ഒരു തുരുമ്പ് വാസു. ഇതിപ്പോൾ 10,000 പോയി കിട്ടി. ഇന്നലെ ചേട്ടൻ എന്തൊക്കെയാ തള്ളിമറിച്ചേ? നാട് വിറപ്പിക്കുന്ന ഗുണ്ടയാണ്. വെട്ടൊന്ന് മുറി 2, കൈയും കാലും വെട്ടിയ ചോര ശേഖരിച്ച് ബ്ലഡ് ഷേക്ക് ഉണ്ടാക്കി കുടിക്കുന്നവരെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു പോയി. ശരിക്കും ഇയാൾ ഗുണ്ട തന്നെയാണോ? നിഹ വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. അതേ മോളെ, എന്നാൽ A ക്ലാസ് ഗുണ്ടയാ. 2 കത്തിക്കുത്തി, 7 അടിപിടി, പിന്നെ അല്ലറ ചില്ലറ കേസടക്കം 25ലേറെ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. എന്നിട്ട് ഇയാൾ പോലീസിനെ പോലും പേടിക്കാതെ ഇങ്ങനെ വിലച്ച് നടക്കുന്നില്ലേ? അതാണ് തുരുമ്പു വാസുവിൻ്റെ പവർ. രാജപ്പൻ പിന്നെയും തള്ളുവാണ്. ചേട്ടാ, നിങ്ങളിങ്ങനെ ഇയാളുടെ തുരുമ്പ് പിടിച്ച ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് സമയം കളയാതെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ നോക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഏൽപ്പിച്ച ജോലി മറ്റൊരു കൊണ്ടേ വെച്ച് നടത്തി തരണം. ഇല്ലെങ്കിൽ എൻ്റെ പണം എനിക്ക് തിരികെ കിട്ടണം, നിഹ ഉറപ്പിച്ചു പറഞ്ഞു. മോൾ, അതിന് പണം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. ഇല്ലെന്നോ? പണം ഞാൻ നേരത്തെ തന്നെ തന്നതാണല്ലോ മോളെ. അത് ഈ തുരുമ്പിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തതാ. എന്നാൽ ഇയാളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചു വാങ്ങിക്കണം. അതിന് ഈ തുരുമ്പിനോട് ഞാൻ ഏത് ഭാഷയിൽ ചോദിക്കും? എന്ത് ചോദിച്ചാലും അപ്പോൾ തുടങ്ങും കരച്ചിൽ. ഇനിയിപ്പോൾ ഇവനും കൂടി എൻ്റെ തലയിലാവുന്ന മട്ടാണ്. എന്നിരുന്നാലും കൃത്യമായി ഇവിടെ എൻ്റെ നമ്പർ കൊടുക്കാൻ മാത്രമേ മറന്നില്ല. മോള് കുറച്ച് ദിവസത്തേക്കൊന്ന് ക്ഷമിക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. രാജപ്പൻ നിഹയെ പറഞ്ഞ് മനസ്സിലാക്കി. ദേ, ചേട്ടാന്ന് വിളിച്ച് നാവണ്ടേ മറ്റു പലതും വിളിപ്പിക്കരുതേ. എനിക്കതൊന്നും അറിയണ്ട. ഒന്നുകിൽ എനിക്കെൻ്റെ പണം തിരികെ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് കാര്യം നടന്നു കിട്ടണം. ആദം ജോണിൻ്റെ കൈ ഒഴിഞ്ഞെന്ന് പറയാൻ വേണ്ടിയാവണം ചേട്ടൻ ഇങ്ങനെ വിളിക്കേണ്ടേ. ഇപ്പോൾ ഞാൻ പോവാണ് എന്നും പറഞ്ഞ് നിഹ അവിടുന്ന് പോയതും രാജപ്പൻ ആകെ പെട്ട അവസ്ഥയിലായി. നിഹ ഓഫീസിൽ എത്തുമ്പോഴേക്കും കൃത്യം 10 മണിയായിരുന്നു. ആ ഡ്രാക്കുള നേരത്തെ വന്ന് കാണുമാവോ? ഇനിയിപ്പോൾ വൈകി വന്നതിന് അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുമോ എന്തോ. ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ ഇയാളുടെ കൈ തല്ലി പൊട്ടിക്കും, നോക്കിക്കോ. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിഹ അകത്തേക്ക് നടന്നു.
അതിനിടയിലാണ് ഡിസൈനിങ് റൂമിൽ അക്ഷരെ അവൾ കാണുന്നത്. ഒരു ഡ്രസ്സും കയ്യിൽ പിടിച്ചു അവൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. നിഹ കാര്യം അറിയാൻ അവളുടെ അരികിലേക്ക് നടന്നു. നിഹയെ കണ്ടതും അക്ഷര അവളെ നോക്കി പുഞ്ചിരിച്ചു. നീയല്ലേ പറഞ്ഞത് തുരുമ്പ് വാസു ആദം സാറിൻ്റെ കൈയൊടിച്ചാണെന്ന്? എടി, ആദം സാറിൻ്റെ കൈ ഒടിഞ്ഞില്ല, കാലും ഒടിഞ്ഞില്ല, നെറ്റിയിൽ ചെറിയ ബാൻഡേജ് ഉണ്ട്, അക്ഷര പറഞ്ഞു. എടി, ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. നിഹ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. സോറി. അല്ല, എന്തിനാ ഗുണ്ടരാജപ്പൻ വിളിച്ചത്? ഓഹ്, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എൻ്റെ 10,000 പോകുന്ന മട്ടാണ്. ഞാനെല്ലാം വൈകുന്നേരം പറയാം. അല്ല, ഇതും പിടിച്ച് നീ എന്താ ഇങ്ങനെ പന്തം കണ്ട പിരിച്ചായി പോലെ നിൽക്കുന്നേ? എങ്ങനെ നിൽക്കാതിരിക്കും? ഇതുണ്ടോ, സെറാ മാഡത്തിൻ്റെ ഡിസൈനാണ്. ഫൈനലായി എൻ്റെ ഐഡിയക്കനുസരിച്ച് ചെയ്യണം പോലും. നെക്സ്റ്റ് വീക്ക് നടക്കുന്ന ട്രഡീഷണൽ വെയർ ഡിസൈൻ കോൺടെസ്റ്റിൽ AJ ഡിസൈൻ സ്പോർട്സിൻ്റെ മോഡൽ വെയർ ചെയ്യേണ്ട കോസ്റ്റ്യൂമാണിത്. ഈ കളർ കണ്ടപ്പോഴേ എൻ്റെ മൂഡ് പോയി. ശരിയാ, ഇതെന്തോന്ന് കളർ കോമ്പിനേഷൻ. അതുമല്ല, ഡിസൈനും ഡ്രസ്സുമില്ല, ഫാബ്രിക് ആണെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ല. ഇതും അണിഞ്ഞ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഉറപ്പായും AJ ഡിസൈനിൻ്റെ മാർക്കറ്റ് വാല്യൂ അതോടെ ഇടിയും. നിനക്ക് അവരോട് പറഞ്ഞോടെ ഇത് കൊള്ളില്ലെന്ന്? നിഹാണ് പറഞ്ഞത്. ഓ പിന്നെ, എനിക്കെങ്ങും വയ്യ. മാർക്കറ്റ് വാല്യൂ ഇടിയണേൽ അങ്ങ് ഇടിയട്ടെ, നമുക്കെന്താ? അക്ഷര നിസ്സാര മട്ടിൽ പറഞ്ഞു. എടി, എന്നാലും നിനക്കെന്തോ അത് ശരിയല്ലെന്ന് തോന്നി. ഒരെന്നാലും ഇല്ല. നീയല്ലേ പറഞ്ഞത് AJ ഡിസൈനിൻ്റെ അടിത്തറ ഇളക്കിയിട്ടേ നിനക്കിനി വിശ്രമമുള്ളൂന്ന്? അച്ചൂ, എടി ഒന്ന് പതുക്കെ പറ. ആ ഡ്രാക്കുള കേട്ട അത് മതി. അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ. ഞാൻ ആരുടെയും കഞ്ഞിൽ പാറ്റയിടാനൊന്നും പോണില്ല. നിഹ പറഞ്ഞത് കേട്ടപ്പോൾ അക്ഷര ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് സെറ അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ? അക്ഷര, നിന്നെ ഏൽപ്പിച്ച വർക്ക് കഴിഞ്ഞോ? കാണട്ടെ, സെറ അക്ഷരയോടായി ചോദിച്ചു. അത് മാഡം, ഞാൻ ഇതിലൊന്നും ചെയ്തില്ല. എനിക്കൊന്നും ഈ ഡിസൈൻ അത്രയ്ക്കും ഇഷ്ടമായില്ല. നമുക്കൊന്ന് മാറ്റി പിടിക്കാം മാഡം, അക്ഷര തൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇഷ്ടമായില്ലെന്നോ? നിന്റെ ഇഷ്ടം നോക്കിയിട്ടാണോ ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്? ഇതെൻ്റെ ഡിസൈനാണ്. അത് മാറ്റി പിടിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. നീയൊക്കെയും ഞാൻ പറഞ്ഞ പണി ചെയ്താൽ മതി. കൂടുതൽ അഭിപ്രായമൊന്നും വേണ്ട, സെറ അക്ഷരയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അക്ഷരയ്ക്ക് ചൊറിഞ്ഞു വന്നതാണ്. അന്നേരം നിഹ വേണ്ട എന്ന പോലെ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. മാഡം, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ ഫാബ്രിക് കൊള്ളില്ല മാഡം. ഒരുതരം ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഇതേപോലത്തെ വേറൊരു ഫാബ്രിക് വരുന്നുണ്ട്, അതായിരിക്കും ബെറ്റർ. ഇത് വേറെ ഇതാ, ആ കുട്ടി ഒട്ടും കംഫോർട്ടാവില്ല. ഒരാൾക്ക് കംഫോർട്ടബിൾ അല്ലാത്ത ഡ്രസ്സ് ധരിച്ചു ഒരുപാട് നേരം നിൽക്കുക ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതും അത്രയും വലിയ ഷോയിൽ. അത് ആളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കും. അതുമല്ല, ഈ ഒരു ഡിസൈൻ ഒരു ട്രഡീഷണൽ വെയറായി തോന്നണില്ല. കളർ കോമ്പിനേഷൻ എന്തൊരു പോരായ്മ പോലെ. ട്രഡീഷണൽ തന്നെ ഒരു വെറൈറ്റി തീം നോക്കിക്കൂടെ മാഡം? നിഹ തൻ്റെ അഭിപ്രായം പറഞ്ഞു. നിഹ പറഞ്ഞ കാര്യങ്ങൾ സെറയെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? PAയുടെ ജോലി ചെയ്താൽ മതി. ചുമ്മാ കയറി ഓരോന്നിൽ തലയിടണ്ട. ഞാൻ ഇവിടുത്തെ സീനിയർ ഡിസൈനറാണ്. നീയൊക്കെ ഇന്നലെ വന്നവരും. എന്തായാലും എൻ്റെ അത്ര സീനിയോറിറ്റിയും ക്രിയേറ്റീവ് ഐഡിയാസൊന്നും നിനക്കൊന്നും ഉണ്ടാവില്ല. നിഹ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ സെറ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. സെറയുടെ സംസാര ശൈലിയും പരിഹാസവും നിഹയ്ക്ക് അത്ര ഇഷ്ടമായില്ല. അവൾ എന്തോ പറയാൻ വന്നതായിരുന്നു. അപ്പോഴാണ് ആദം അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ, എന്താ പ്രശ്നം? ആദം 3 പേരോടായി ചോദിച്ചു. സെറ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ തീരുമാനിച്ചു. ഇവളുമാരി എന്നെ ഭരിക്കാൻ വരുവാ സർ. ഇതിപ്പോൾ ഇവരാണോ ഞാനാണോ സീനിയർ എന്ന് തോന്നിപ്പോവും. എൻ്റെ ഡിസൈൻ കൊള്ളില്ലെന്ന് പറഞ്ഞു. സാറിൻ്റെ ആയ ഇവളെ എന്നെ ഇൻസൾട്ട് ചെയ്തു. എനിക്ക് പണി അറിയില്ലെന്ന്, എനിക്ക് ഇവരുടെ അത്ര സ്കില്ലില്ലെന്ന് സെറ മുഖത്ത് സങ്കടമൊക്കെ വരുത്തിക്കൊണ്ട് പറഞ്ഞു. തങ്ങൾ പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആദമിനോട് പറയുന്ന സെറയെ കണ്ട് നിഹയും അക്ഷരയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നിഹാരിക, നിനക്കിവിടെ എന്താ കാര്യം? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യു ക്യാൻ ലീവ് ഹിയർ. സോറി സർ. ആദമിൻ്റെ വാക്കുകൾ കേട്ട് നിഹയുടെ മുഖം മങ്ങി. സെറയുടെ മുന്നിൽ വെച്ച് ആദം തന്നെ ഇൻസൾട്ട് ചെയ്തെന്ന തോന്നലിൽ നിഹ അവനെ ഒന്ന് നോക്കി അവിടെ നിന്ന് ഇറങ്ങി നടന്നു. നിഹയുടെ ആ പോക്ക് കണ്ടപ്പോൾ അക്ഷരയ്ക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി. ഒപ്പം സെറയോട് ദേഷ്യവും. നിഹ പോയതും ആദം സെറ ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. അവൻ ആ ക്ലോത്ത് ഒന്ന് തൊട്ടു നോക്കി. അക്ഷര, സെറയുടെ ഡിസൈനിന് എന്ത് പോരായ്മയാണ് നിങ്ങൾ കണ്ടത്? ആദം അക്ഷരയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ അക്ഷര തെല്ലും ഭയമില്ലാതെ നിഹ ചൂണ്ടിക്കാട്ടിയ കുറവുകൾ അവനോട് പറഞ്ഞു. യെസ് സെറ, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഡിസൈൻ നമുക്ക് വേണ്ട. ഇത് സെറ തന്നെ ധരിച്ചോ. ഇതിൻ്റെ കോസ്റ്റ് ഞാൻ തൻ്റെ സാലറിയിൽ നിന്നും കട്ട് ചെയ്തോളാം. ആദം അക്ഷരയെ നിർത്തി പൊരിക്കുമെന്ന് കരുതി കാത്തിരുന്ന സെറയ്ക്ക് ആദമിൻ്റെ വാക്കുകൾ വൻ തിരിച്ചടിയായി.
അക്ഷര, ഈ ജോബ് ഞാൻ തനിക്ക് വിട്ടു തന്നിരിക്കുന്നു. തൻ്റെ ഐഡിയക്കനുസരിച്ച് താനൊന്ന് ട്രൈ ചെയ്യേ. ആദം അക്ഷരയോട് എന്ന പോലെ പറഞ്ഞു. ഇത് കേട്ട അക്ഷര ഞെട്ടി പണ്ടാരടങ്ങി. മറ്റുള്ളവരുടെ ഡിസൈനിൽ കുറ്റവും കുറവും കണ്ടെത്തുന്ന പോലെ അത്ര എളുപ്പമല്ലല്ലോ സ്വന്തമായി ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തെടുക്കുക. അതും തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത താൻ. ഇനിയിപ്പോൾ എൻ്റെ ഡിസൈൻ കണ്ടിട്ട് കൂടി വേണം ആദം സാർ എൻ്റെ സാലറി കൂടി കട്ട് ചെയ്യാൻ. ഷോ, വേണ്ടാത്തടുത്ത് കയറി അഭിപ്രായം പറയണ്ടായിരുന്നു. പുല്ല്, അക്ഷര മനസ്സിൽ പറഞ്ഞു. സാർ, ഞാൻ ചെയ്താൽ ശരിയാവില്ല സാർ. അക്ഷര, താനൊന്ന് ട്രൈ ചെയ്യേ. സെറയുടെ ഡിസൈനിലെ പോരായ്മ കണ്ടെത്തിയ തനിക്ക് അത് ഈസിയായി ചെയ്യാം. അയ്യോ സാർ, ഈ പോരായ്മകൾ നിഹയാ കണ്ടെത്തിയേ. അവളുടെ ടാലൻ്റ് ഒന്നും എനിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല സാർ. നിങ്ങൾ ഒരുമിച്ചല്ല പഠിച്ചത്, അപ്പോൾ പിന്നെ അക്ഷരയ്ക്ക് ടാലൻ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അയ്യോ സാർ, സത്യം പറയാലോ, നിഹയെ പിരിയാനുള്ള വിഷമം കൊണ്ടാണ് ബാംഗ്ലൂരിൽ പോകുന്നതും ഡിസൈനിങ് കോഴ്സ് ചെയ്യുന്നതും. തട്ടിയും മുട്ടിയും പാസ്സായി, അത്രയേ ഉള്ളൂ. അവളുടെ സ്വപ്നമായിരുന്നു അറിയപ്പെടുന്ന ഡിസൈനർ ആവുന്നത്. അവളുടെ ലോകം തന്നെ ഡിസൈനിങ് ആണ്. അതിനുവേണ്ടി അവൾ ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. എനിക്ക് അവളെപ്പോലെ ഈ ജോലിയോടെ ഭ്രാന്തമായ പ്രണയമൊന്നും ഇല്ലായിരുന്നു. അവളുടെ കഴിവ് സാറിന് അറിയാനിട്ടാ. എക്സ്പീരിയൻസ് അല്ല സാറേ മുഖ്യം, ടാലൻ്റാണ്. അതുപോലെ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയും അത് ആസ്വദിച്ച് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. ഇതൊക്കെയും അവൾക്ക് വേണ്ടുപോലുണ്ട്. അവൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് പോലും. അത്യാവശ്യം ജീവിച്ചു പോകണം, എനിക്കത്രയേ ഉള്ളൂ. അല്ലാതെ എന്തൊക്കെയായി തീരാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അവൾ എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് സാർ. അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സാർ. അക്ഷര തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. നിഹയെപ്പറ്റി അവൾ പറഞ്ഞത് കേട്ടതും ആദമിന് നിഹ എന്ന ഡിസൈനറോട് ഒരു മതിപ്പ് തോന്നി. ഒപ്പം ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് കണ്ട് ആദമിന് അത്ഭുതം തോന്നി. എങ്കിലും അവൻ പതിവ് ഗൗരവത്തിൽ നിന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അക്ഷര. എൻ്റെ കമ്പനിയിൽ അക്ഷരയെ പോലൊരു സ്റ്റാഫ് ഉണ്ടായിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണ്ടേ? എനിക്ക് വേണ്ടത് കഴിവുള്ള വർക്കേഴ്സിനെയാണ്. അക്ഷരയുടെ ഈ മനോഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം ചെയ്യാതിരിക്കുന്നതാ. അതുകൊണ്ട് ഞാൻ അക്ഷരയ്ക്ക് ഒരു ചാൻസ് കൂടി തരാം. ഈ വർക്ക് അക്ഷര സ്വന്തമായി ചെയ്ത് എനിക്ക് കാണിക്കണം. എനിക്കത് ഓക്കെ ആണെന്ന് തോന്നിയാൽ അക്ഷരയ്ക്ക് ഇവിടെ തുടരാം, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോവാം. അത്രയും പറഞ്ഞ് ആദം അവിടെ നിന്ന് പോകുന്നത് കണ്ടതും സിറ അക്ഷരയെ പുച്ഛിച്ചു നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈശ്വര, മൂർഖം പാമ്പിനോട് മനസ്സ് തുറക്കാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി എന്തു ചെയ്യും? ഈ ജോലി പോയാൽ നിഹ ഇവിടെ ഒറ്റക്കാവില്ലേ? അതുമല്ല, ജോലിക്ക് കയറി പിറ്റേ ആഴ്ച തിരിച്ചുവിട്ടു എന്നങ്ങനെ നാട്ടുകാരറിഞ്ഞാൽ മോശമല്ലേ? അതുമല്ല, ജോലി കിട്ടിയത് കുടുംബക്കാരെ മൊത്തം അറിയിക്കുകയും ചെയ്തില്ലേ? ചോ, എടി നിച്ചുവേ, നീ അറിഞ്ഞാ ഞാൻ പെട്ടുട്ടോ. അക്ഷര മനസ്സിൽ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിഹ. അവളുടെ ഹെൽപ്പില്ലാതെ ഒന്നും നടക്കില്ല. അവളെ കൊണ്ട് സംഭവം ചെയ്യിപ്പിച്ച് ആദം സാറിൻ്റെ കണ്ണി പൊടിയിട്ട് തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കണം. അക്ഷര മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം നിഹ ആദമിൻ്റെ ക്യാബിൻ്റെ വെളിയിൽ നിന്നിട്ടുണ്ട്. അവൻ ക്യാബിനകത്ത് കയറിയതും അവളും പിന്നാലെ ചെന്നു. നിഹ മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ട്. ആദം അവളോട് ഇരിക്കാൻ പറഞ്ഞത് അവൾ ഇരുന്നു. സാർ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അറ്റ്ലീസ്റ്റ് എനിക്കിവിടെ ഇരുന്ന് ജോലി ചെയ്യാനെങ്കിലും ഒരിടം തന്നൂടെ? സാറിനെയും കാത്തു കുത്തിയിരിക്കാൻ വയ്യ. ആര് കാത്തു കുത്തിയിരുന്നെന്ന്? നീ ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. ഞാനാണ് കാത്തു കുത്തിയിരുന്നത്. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, ആദം പറഞ്ഞു. ആവർത്തിച്ചാൽ പണിഷ്മെൻ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ നിന്റെ റിക്വസ്റ്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നാളെ മുതൽ ഇതിന് തൊട്ടടുത്ത മുറിയിലിരുന്ന് നിനക്ക് ജോലി ചെയ്യാം. ആദം പറയുന്നത് കേട്ടതും നിഹ അവനൊന്ന് നോക്കി. അപ്പോഴാണ് അവൻ്റെ നെറ്റിയിലെ ഒട്ടിച്ച ബാൻഡേജ് അവൾ കാണുന്നത്. ഇനി തുരുമ്പ് ഇയാൾക്കിട്ട് ഇടി കൊടുത്തിരുന്നോ? അത് കൊള്ളാലോ. മുറിവിനെ പറ്റി ചോദിച്ചാലോ? ഇന്നലെ ശരിക്കെന്താണ് നടന്നതെന്ന് അറിയാലോ? നിഹ ചിന്തിച്ചു. സാറിൻ്റെ നെറ്റിക്കെന്ത് പറ്റിയതാ? നിഹ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അത് ചെറുതായി മുറിഞ്ഞതാ. ആദം ഒന്നും വിട്ടു പറഞ്ഞില്ല. അയ്യോ, വീണതാണോ സാർ? വീഴാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാ? ഇന്നലെ രാത്രി ഏതോ ഒരു ഭ്രാന്തൻ കള്ളും കുടിച്ച് വന്ന് വീട്ടിൽ കയറി. കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഞാൻ ഡോർ തുറന്നതും അവൻ എന്നെ ആക്രമിക്കാൻ നോക്കി. പെട്ടെന്നായതുകൊണ്ട് പോരാടി കൊണ്ടുവന്നത് ശരിയാ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അവനെ നന്നായി പെരുമാറി ചുരുട്ടിക്കൂട്ടി അങ്ങ് താലൂക്ക് ആശുപത്രിയിലേക്ക് പാർസൽ ചെയ്ത് വിട്ടു. അയ്യോ, സാറിനെ ആക്രമിക്കാൻ മാത്രം ആർക്കാ സാറിനോട് ഇത്രയും ശത്രുത ഉള്ളേ? നിഹ നിഷ്കുവായി ചോദിച്ചു. നിലവിൽ എനിക്ക് ശത്രു എന്ന് പറയാനായി നീയേ ഉള്ളൂ. ഇനിയിപ്പോൾ നീയല്ല അയച്ചതെന്ന് ആർക്കറിയാം? അയ്യോ സാറേ, ദേ ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ ദൈവകോപം കിട്ടൂട്ടോ. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് സാറി പറയുന്നത്. നിഹ മുഖത്ത് ദുഃഖമൊക്കെ വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞതാ, ഇനിയിപ്പോൾ അതിൽ പിടിച്ച് തൂങ്ങണ്ട.
അല്ല സാർ, അവനോട് ചോദിച്ചില്ലേ ആരാ കൊട്ടേഷൻ തന്നതെന്ന്? തൻ്റെ പേര് പറഞ്ഞു കാണുമോ എന്ന തോന്നലിൽ നിഹ ചോദിച്ചു. ചോദിക്കാൻ അവന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ? അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല. രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവന് സംസാരിക്കാൻ വയ്യ. ഹാവൂ, രക്ഷപ്പെട്ടു, നിഹ പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. എന്താ? അല്ല, സാറ് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞതാ. ഇനിയിപ്പോൾ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ സാറേ? ആര് പറഞ്ഞു പറ്റില്ലെന്ന്? അവൻ്റെ ഫോണിപ്പോൾ എൻ്റെ കയ്യിലാണ്. അത് വെച്ച് ഞാൻ പുഷ്പം പോലെ ആളെ പിടിക്കും. ലോക്ക് ഫിംഗർ പ്രിൻ്റ് ആയിരുന്നു. അവനെ പാഴ്സലയക്കാൻ നേരം ലോക്ക് മാറ്റി. അതിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഇവൻ പലതവണ ഗുണ്ടാരാജൻ എന്നൊരാൾക്ക് വിളിച്ചിട്ടുണ്ട്. ഫോണിൽ കോൾ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യക്തമാണ് ഗുണ്ടാരാജൻ വഴിയാണ് ഈ പണി വന്നതെന്ന്. ഇനി ഗുണ്ടാരാജന് പൊക്കണം. അവനിട്ട് 2 പൊട്ടിച്ച ഒരു പക്ഷേ സത്യം അറിയായിരിക്കും. ആദം പറഞ്ഞു. ഇത് കേട്ടതും നിഹ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. ഗുണ്ടാരാജനെ പൊക്കിയാൽ താൻ കൂടി പിടിക്കപ്പെടും. പിന്നെ തൻ്റെ കാര്യം ഗോവിന്ദ. താനും ബഹിരാകാശത്തേക്കുള്ള കോസ്റ്റ്യൂം ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഓർക്കാനേ വയ്യ. എത്രയും പെട്ടെന്ന് ഗുണ്ടാരാജനെ നാട് കടത്തണം. ഇനി ഒരു നിമിഷം വൈകൂടാ. നിഹ അതും മനസ്സിൽ കരുതി അവനൊന്ന് നോക്കി. സാർ, എനിക്ക് വെള്ളം കുടിക്കണം, ഞാൻ പുറത്ത് പോയിട്ട് വരാം. നിഹ പറഞ്ഞത് കേട്ടതും ആദം അവൾക്ക് നേരെ തൻ്റെ വാട്ടർ ബോട്ടിൽ നീട്ടി. അയ്യോ സാർ, എനിക്ക് വെള്ളം കുടിക്കുന്നതിനോടൊപ്പം. നിഹ അത്രയും പറഞ്ഞു നിർത്തി. കുടിക്കുന്നതിനോടൊപ്പം? ആദം ചോദിച്ചു. അത് പിന്നെ എനിക്ക് വാഷ്റൂമിൽ കൂടി പോകണം, നിഹ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അന്നേരം അവൻ തൻ്റെ ക്യാബിനകത്തെ വാഷ്റൂം ചൂണ്ടിക്കൊണ്ട് അവളോട് അവിടെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ അപ്പുറത്ത് പോയിക്കോളാം, എനിക്ക് കോമൺ വാഷ്റൂം മതി. ഇനിയിപ്പോൾ എൻ്റെ കൈ തട്ടി അവിടെ വല്ലതും പൊട്ടിയാൽ സാർ എത്ര ലക്ഷമാണ് പറയുന്നതെന്ന് ആർക്കറിയാം. ഞങ്ങൾ പാവങ്ങളാ സാറേ, അതുകൊണ്ട് ഞാൻ വെളിയിൽ പോയിക്കോളാം എന്നും പറഞ്ഞ് നിഹ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അവൻ അവൾക്ക് നേരെ കാറിൽ കിടന്ന അവളുടെ ബുക്ക് നീട്ടി. അയ്യോ, എൻ്റെ ബുക്ക് ഇതെവിടെ നിന്ന് കിട്ടി സാർ? ആ കാറിൽ കിടന്ന് കിട്ടിയതാ. എന്താ അത്, ഡ്രോയിങ് ബുക്കാണോ? ഡ്രോയിങ് ബുക്കോ? ഇതെൻ്റെ മനസ്സിലെ ഐഡിയാസാണ്. ഇതാണോ നിൻ്റെ ഐഡിയാസ്? വളരെ മോശം. നീ വലിയ ടാലൻ്റുള്ള കുട്ടിയാണെന്ന് നിഖിൽ പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്തോ വലിയ സംഭവമാണെന്ന്. ഇതിപ്പോൾ നിൻ്റെ ഡിസൈൻ കൊണ്ട് ഡോറയ്ക്ക് ഉടുപ്പ് തയ്ക്കാം, അത്രയേ ഉള്ളൂ. ആദം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ബുക്ക് പിടിച്ചു വാങ്ങി അവനെ കൂർപ്പിച്ചു നോക്കി. ഡോറയ്ക്ക് ഉടുപ്പ് തയ്ക്കണോ? ഡാക്കിനിക്ക് ഗൗൺ തയ്ക്കണോ? ഇനിയിപ്പോൾ കുട്ടൂസൻ നിക്കർ തയ്ക്കണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം. സാറിനോട് അഭിപ്രായം ചോദിച്ചില്ല. എൻ്റെ ഡിസൈന് മാറിയിടാൻ സാറിനോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എനിക്കറിയാം ഞാൻ എന്താണെന്ന്. അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണിനെ അവൻ നോക്കിപ്പോയി. ഇതിപ്പോൾ ഇവളാണോ ബോസ്, ഞാനാണോ? ആളൊരു പാവം തന്നെയാ. പക്ഷെ എവിടെയൊക്കെ ഇത്തിരി അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം കുറച്ചിട്ട് എൻ്റെ മുന്നിൽ വരട്ടെ. അന്ന് അവൾക്ക് എൻ്റെ PA പോസ്റ്റിൽ നിന്നും ശാപമോക്ഷം കൊടുത്തേക്കാം. ശേഷം മെയിൻ ഡിസൈനറായി അപ്പോയിൻ്റ് ചെയ്തേക്കാം. അതുവരെ ഇങ്ങനെ പോട്ടെ. അതും പറഞ്ഞ ആദം സീറ്റിൽ ചാരിയിരുന്നു. നിഹ നേരെ ചെന്നത് മുറ്റത്തെ ഗാർഡനിലേക്കാണ്. ചെന്ന ഉടനെ ഗുണ്ടാരാജനെ വിളിച്ചു. ഹലോ മോളെ, ഞാൻ മോളെ വിളിക്കാനിരുന്നതാ. എടുത്ത പാടെ രാജപ്പൻ പറഞ്ഞു. അയ്യോ ചേട്ടാ, ദയവ് ചെയ്ത് ഇങ്ങനെ വിളിക്കരുത്. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. എൻ്റെ മോളെ അങ്ങനെയൊന്നും പറയല്ലേ. മോളുടെ ചോരയാണ് എൻ്റെ ശരീരത്തിൽ ഓടുന്നത്. അങ്ങനെയുള്ള മോള് ഒരാവശ്യം പറഞ്ഞപ്പോൾ അത് സാധിച്ചു തരാത്ത ഞാനൊരു മനുഷ്യനാണോ? നിഹ മോളെ, തീപ്പൊരി ശശി നാളെ ലാൻഡ് ചെയ്യും. എവിടെ നിന്ന് ലാൻഡ് ചെയ്യും? എന്തിനു ലാൻഡ് ചെയ്യും? നിഹ പ്രത്യേക ഇടത്തിൽ ചോദിച്ചു. പോണ്ടിച്ചേരിയിൽ നിന്ന് ലാൻഡ് ചെയ്യും. ആൾക്ക് ഞാനിപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഞങ്ങൾ സെൽമേറ്റ്സ് ആയിരുന്നു. സെൽമേറ്റ്സോ? അതെന്തോന്ന്? സെൽമേറ്റ്സ്. 2 വർഷം മുന്നേ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ഒരേ സെല്ലിലായിരുന്നു. തീപ്പൊരി ശശി ഒരു കാലത്ത് മട്ടാഞ്ചേരി വിറപ്പിച്ചിരുന്ന ഗുണ്ടിയായിരുന്നു. ആളിപ്പോൾ പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡാണ്, രാജപ്പൻ പറഞ്ഞു. എൻ്റെ ചേട്ടാ, തീപ്പൊരി ആയാലും ഉണ്ടംപൊരി ആയാലും ശശി എന്നും ശശി തന്നെയാണ്. ഇതിപ്പോൾ ആദം ജോണിനെ ഇടികൊണ്ട് തീപ്പൊരി ശശി വെറും ശശി ആവാനാണ് വരുന്നതെങ്കിലേ ആള് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇതുവരെ വന്ന് വണ്ടിക്കൂലി കളയണോ? നിഹ പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. എൻ്റെ മോൾ ഇതെന്തറിഞ്ഞിട്ടായി പറയണേ? പട്ടാ പകൽ മട്ടാഞ്ചേരി ടൗണിൽ വെച്ച് 2 പേരെ തുണ്ടം തുണ്ടാക്കാനാ ഈ ശശി. ആ ശശി ആ പയ്യൻ്റെ കൈ മാത്രമല്ല തലവരെ വെട്ടി മോളുടെ കാൽ കീഴിൽ വെച്ച് തരില്ലേ? തല വെട്ടാനോ? അയ്യോ, അതൊന്നും വേണ്ട. ചെറുതായി കൈ ഒടിച്ചാൽ മതി. അതല്ല ചേട്ടാ, ഞാനിപ്പോൾ ആലോചിക്കുക. എൻ്റെ പ്രതികാരം അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചാലോന്ന്. ചേട്ടനെ ഒരു കാര്യം ചെയ്യും, ശശി അണ്ണനോട് വരണ്ടാന്ന് പറ. അയ്യോ, അത് പറ്റില്ല മോളെ. അത് ആൾക്ക് ഇഷ്ടമാവില്ല. ആദ്യം വരാൻ പറയുക, പിന്നെ വരണ്ടാന്ന് പറയുക.
അത് ആൾക്ക് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആവില്ലേ? അതുമല്ല, വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വരുന്നതിൻ്റെ ത്രില്ലിലാണ് അണ്ണൻ. പിന്നെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഫീസൊന്നും വാങ്ങിക്കാതെയാ ആൾ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അത് ശരി, അപ്പോൾ സംഭവം ഫ്രീ ആണല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇങ്ങനെ വിളിച്ചാൽ പോരായിരുന്നോ? എൻ്റെ 10,000 പോവായിരുന്നോ? ആ ആശുപത്രി കിടക്കുന്ന പാവത്തിന് ആ ഗതി വരുമായിരുന്നോ? ആ പോട്ടെ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം, അല്ലാതെ എന്ത് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ഇൻ കേസ് ഈ ശശി ആദമിൻ്റെ പിടിയിലകപ്പെട്ടാലേ ഒരിക്കലും എൻ്റെ പേര് പുറത്തു വരരുത്. പകരം ഈ പേര് പറഞ്ഞാൽ മതി, സെറ എലിസബത്ത്. മോളെ ഒരു നിമിഷം ഒന്ന് എഴുതിക്കോട്ടെ, ഇല്ലേൽ സെറ നാളത്തേക്ക് സായറായി പോവും. ഈടെയായി വല്ലാത്ത മറവിയാ, രാജപ്പൻ പറഞ്ഞു. സായറായാലും വേണ്ടില്ല ചേട്ടാ, ഒരിക്കലും നിഹാരികാവരുത്. അതൊക്കെ പോട്ടെ, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. തുരുമ്പ് വാസുവിൻ്റെ തുരുമ്പ് പിടിച്ച ഫോൺ ഇപ്പം ആദം ജോണിൻ്റെ കയ്യിലാണ്. അത് മാത്രമല്ല, ചേട്ടൻ്റെ പേര് ആൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആളിപ്പോൾ ചേട്ടനെ തപ്പി നടക്കുക. ചേട്ടനെങ്ങാനും പിടിക്കപ്പെട്ട കൂടെ ഞാനും കുടുങ്ങും. എന്നെ പിടിച്ചാൽ ഞാൻ മോളെ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ലായിരുന്നു. പക്ഷെ തുരുമ്പിൽ കിട്ടിയതുപോലെ കിട്ടിയാൽ ഞാൻ അറിയാതെ മോളുടെ പേര് പറഞ്ഞു പോകട്ടോ. അതെനിക്കറിയാലോ. അതുകൊണ്ട് ചേട്ടൻ കുറച്ച് നാളത്തേക്ക് എങ്ങോട്ടേലും ഒന്ന് മാറി നിൽക്ക്. എൻ്റെ മോളെ വിഷം വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത ഞാൻ എങ്ങോട്ട് പോവും? വണ്ടിക്കൂലി വേണ്ടേ? എൻ്റെ ചേട്ടാ, വണ്ടിക്കൂലി വേണേ ഞാൻ തരാം. എവിടെയെങ്കിലും പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്ക്. മോക്കറിയാലോ, ഈ കാണുന്ന തടി ഉണ്ടെന്നേ ഉള്ളൂ, നടി വളയുന്നില്ല, മുട്ട് മടങ്ങുന്നില്ല, എല്ലൊക്കെ അങ്ങ് ക്ഷയിച്ചു തുടങ്ങി. ഇവിടെ ഇങ്ങനെ അല്ലറ ചില്ലറ കൊട്ടേഷൻ പണിയായി ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതും ഇല്ലെന്നേ. എൻ്റെ തങ്കം വീട്ടുവേല ചെയ്തിട്ടാ എന്നെ 3 നേരം തീറ്റിപ്പോറ്റുന്നത്. പാവം എൻ്റെ തങ്കം. തങ്കം പോലത്തെ മനസ്സാണ് അവൾക്ക്. എന്നിട്ടാണോ ചേട്ടൻ എപ്പോഴും കള്ളും കുടിച്ചു വന്ന് ആ ചേച്ചി ഉപദ്രവിക്കുന്നത്? അത് പിന്നെ മോളെ കള്ളു കുടിച്ചാൽ എനിക്ക് പിന്നെ ബോധം ഉണ്ടാവില്ല. അല്ലാത്തപ്പോൾ ഞങ്ങൾ സൂപ്പർ കപ്പിൾസാണ്. അതൊക്കെ പോട്ടെ, ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ചേട്ടൻ ആരുടെയെങ്കിലും പോക്കറ്റ് അടിക്കുകയോ മാല പൊട്ടിക്കുകയോ എന്ത് വേണേലും ചെയ്യും. അപ്പോൾ പോലീസ് പൊക്കുമല്ലോ. അതാകുമ്പോൾ കുറച്ച് നാൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ അവിടെ എന്തേലും പണി എടുക്കേണ്ടി വരും. ഇപ്പോൾ ഭാരിച്ച ജോലിയൊന്നും എടുക്കാമെന്ന് നിൽക്കണ്ട. വല ചെടി നനയ്ക്കോ ഉച്ചക്കഞ്ഞി വിളമ്പോ ചെയ്താൽ മതി. അവിടെ ആകുമ്പോൾ ആദ്യം ജോലിനെ പേടിക്കണ്ടല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ ആളിതൊക്കെ മറന്നോളും. അതുമല്ല, തങ്ക ചേച്ചിക്ക് കുറച്ച് നാൾ ഇത്തിരി സ്വസ്ഥതയും കിട്ടുമല്ലോ. നിഹ പറയുന്നത് ശരിയാണെന്ന് രാജപ്പനും തോന്നി. മോളെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ മോളുടെ പേഴ്സ് പിടിച്ച് പറിക്കാം. അതാകുമ്പോൾ മോളെന്നെ അടിക്കില്ലല്ലോ. വേറെ വല്ലവരും ആകുമ്പോൾ ഓൺ ദ സ്പോട്ട് അവരുടെ അടിയും പിന്നെ പോലീസിൻ്റെ വക വേറെ ഇടിയും. എൻ്റെ ചേട്ടൻ അതിന് മാത്രം കാശൊന്നും എൻ്റെ കയ്യിലില്ല. എല്ലാം കൂടി നുള്ളി പറിക്കുക വല്ല 100 500 കാണും. ഉണ്ടായിരുന്നത് മൊത്തം തുരുമ്പിച്ചു പോയില്ലേ. എനിക്ക് പിന്നെ മോളുടെ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ച് ഓടിയാലോ. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല അതിൻ്റെ ചേട്ടൻ എനിക്ക് കഴിഞ്ഞ പിറന്നാളിന് വാങ്ങിച്ചു തന്നതാ. അത് പൊട്ടിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. വേണ ഒരു കാര്യം ചെയ്യാം, ഞാൻ മാല നേരത്തെ ഊരി കൈ പിടിക്കാം. ചേട്ടൻ അടുത്ത് വരുമ്പോൾ ആരും കാണാതെ നൈസായിട്ട് ഞാനത് കൈ തരാം. ആ മാലയുമായി ചേട്ടൻ ഓടണം. ഞാൻ അന്നേരം ഒച്ച വെക്കാം, എൻ്റെ മാലയുമായി മുങ്ങിക്കളഞ്ഞിക്കരുത് കേട്ടോ, അവിടെ എവിടെയെങ്കിലും മറിഞ്ഞു നിന്നോണം. ഞാൻ അന്നേരം എൻ്റെ ചേട്ടനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ചേട്ടനെ പൊക്കും. അതാകുമ്പോൾ പോലീസിൻ്റെ ഇടിയും ഞാൻ നൈസായിട്ട് ഒഴിവാക്കി തരാം. അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ പോക്കറ്റടിക്കാരനെ സബ് ജയിലിലേക്ക് സുഖവാസത്തിന് കൊണ്ടുപോകുന്നേ എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം ലോക്കപ്പിലിട്ട് ഇടിച്ച് പരിപ്പിളക്കി പിന്നീട് കോടതിയിൽ ഹാജരാക്കി താക്കീത് പുറത്തേക്ക് വിടും. എങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യും, ചേട്ടൻ ജയിലിൽ വെച്ച് അവിടെയുള്ള വനിതാ പോലീസിൻ്റെ മാല കൂടി അങ്ങ് പൊട്ടിക്ക്. അപ്പോൾ കേസ് ഇത്തിരി സ്ട്രോങ് ആയിക്കോളും. എന്തായാലും 2 മാസം കഴിയാതെ ചേട്ടൻ നാട്ടിൽ കാലുത്താൻ പാടില്ല. കുത്തിയ ആദം ജോണിൻ്റെ കൈകൊണ്ട് തീരാനായിരിക്കും ചേട്ടൻ്റെ വിധി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതുപോലെ ചെയ്യാൻ റെഡിയാണ്, നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഞാൻ വെക്കട്ടെ. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, എന്തേലും ഉണ്ടേ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അത്രയും പറഞ്ഞ് നിഹ തിരിഞ്ഞതും അവളുടെ പിന്നിൽ കുറച്ച് ദൂരെയായി ആദം ജോൺ നിൽക്കുന്നു. മാറിൽ കൈ പിണച്ച് കെട്ടി അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി നിൽക്കുന്നുണ്ട്. ഈശ്വര, ഞാൻ പെട്ടു. ഇയാളെന്താ ഇവിടെ? ഇനി ഞാൻ സംസാരിച്ചത് മുഴുവൻ കേട്ടു കാണും എന്നും മനസ്സിൽ പറഞ്ഞ് അവനെ നോക്കി ഒന്ന് എളിച്ച് കാണിച്ചു.